ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടിയായിരിക്കുവാൻ കർത്താവ് നമുക്ക് അവസരം തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ ഈ ലോകപ്രകാരമുള്ള അനേക അറിവുകൾ മനുഷ്യൻ നേടുന്നുണ്ട്. ലോകത്തിലെ പല കാര്യങ്ങളിലും മനുഷ്യൻ അറിവുള്ളവനായി തീരുന്നുണ്ട്, ജ്ഞാനം സമ്പാദിക്കുന്നുണ്ട്. അതെല്ലാം ഈ ലോക ജീവിതത്തിലെ കാര്യങ്ങൾക്ക് ഉതകുന്നത് തന്നെയാണ്, മനുഷ്യന് അത്യന്താപേക്ഷിതമായിട്ട് തന്നെയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു വിശ്വാസി, ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടതായ പല കാര്യങ്ങളെക്കുറിച്ച് തിരുവചനത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഒരു വിശ്വാസി അറിഞ്ഞിരിക്കേണ്ടത്, ഒരു ഭക്തൻ അറിഞ്ഞിരിക്കേണ്ടത്, ഒരു മനുഷ്യൻ ഈ ലോക ജീവിതത്തിൽ അവൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ദൈവത്തിൻ്റെ സ്തോത്രം. അവൻ്റെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കിയിട്ട് ഞാനിതെല്ലാം അറിയുന്നു എന്ന് പറയാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് അനേക കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ രോഗരക്ഷിതാവ് എന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ശമര്യയിലെ ജനങ്ങൾ ശമര്യക്കാരി സ്ത്രീയോട് പറയുന്നതാണ് നാം വായിച്ചു കേട്ടത്. ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ രോഗരക്ഷിതാവ് എന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 39-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ശമര്യക്കാരി യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടി. അവളുടെ ജീവിതത്തിൻ്റെ ആ കുറവുള്ള വശങ്ങളെല്ലാം കർത്താവിൻ്റെ പാദപീഠത്തിൽ സമർപ്പിച്ച് പുതിയൊരു ആത്മീക അനുഭവത്തോടെ, ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തോടെ അവൾ ശമര്യാദേശത്ത് ഉടനീളം ഓടി നടന്ന് അനേകരെ വിളിച്ചു. എന്താണ് ശമര്യക്കാരി ശമര്യാദേശത്ത് പറഞ്ഞ സാക്ഷ്യം? സ്ത്രീ പറഞ്ഞ സാക്ഷ്യം നിമിത്തം പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. അവൾക്ക് പറയുവാൻ വലിയ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അവൾക്ക് പഴയ ആത്മീക പാരമ്പര്യങ്ങളോ, ഞാൻ യേശുക്രിസ്തുവിനോട് കൂടെ ജീവിച്ച കഴിഞ്ഞ കാലങ്ങളെന്നോ, ഞാനൊരു നല്ല ജീവിതം നയിച്ചവളെന്നോ ഒന്നും പറയാൻ അവൾക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്നാണ് അവൾ സാക്ഷ്യം പറഞ്ഞത്. ആര്? കർത്താവായ യേശുക്രിസ്തു. അവളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയത്, അവളുടെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളെയെല്ലാം യേശുക്രിസ്തു അവൾക്ക് വരച്ച് കാണിച്ചു കൊടുത്തു. അതാണ് അവൾ സാക്ഷ്യം പറഞ്ഞത്. ഞാൻ ചെയ്തതൊക്കെയും, എൻ്റെ കഴിഞ്ഞ കാലങ്ങളൊക്കെയും, ഞാൻ ആരായിരിക്കുന്നുവെന്നും എൻ്റെ ജീവിത രഹസ്യങ്ങൾ എന്താണെന്നും എല്ലാം എന്നോട് തുറന്നു പറഞ്ഞ, എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെ എൻ്റെ മുമ്പിൽ വരച്ചു കാണിച്ച ഒരു മനുഷ്യനെ നിങ്ങൾ വന്നു കാണുമേൻ. ജീവിതത്തിൻ്റെ അനുഭവമാണ് ഏറ്റവും വലിയ വിലയുള്ളത്. ദൈവത്തിൻ്റെ സ്തോത്രം. എത്ര ശക്തമായും എത്ര ശക്തിയോടെ പ്രിയപ്പെട്ടവരെ വചനം പ്രസംഗിക്കുന്നുവെങ്കിലും ജീവിതത്തിൻ്റെ അനുഭവത്തോട് ചേർത്ത് പറയുന്ന, സാക്ഷ്യ ജീവിതത്തോട് ചേർത്ത് പറയുന്ന വചനത്തിനാണ് ശക്തിയും ജീവനും ഉള്ളത്. മനുഷ്യ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ പര്യാപ്തമായത് മനുഷ്യ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ ആരായിരുന്നുവെന്നും യേശുക്രിസ്തു എന്നെ രൂപാന്തരപ്പെടുത്തിയെന്നും എൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെല്ലാം കർത്താവ് എന്നെ വിടുവിച്ചുവെന്നും ഒരു മനുഷ്യൻ തൻ്റെ ജീവിത അനുഭവത്തോട് ചേർത്ത് പറയുമ്പോൾ, അപ്പോസ്തലനായ പൗലോസാണ് വേദപുസ്തകത്തിൽ ഏറ്റവും അധികം പ്രാവശ്യം തൻ്റെ ജീവിത സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന് ധൈര്യത്തോടെ പറയാൻ കഴിയും, ഒരു കാലത്ത് ഞാൻ ക്രിസ്തുവിനെ അറിയാതെ ജീവിച്ചവനായിരുന്നു. ഞാൻ യഹൂദ സഭയ്ക്കും പാരമ്പര്യങ്ങൾക്കും വേണ്ടി ജീവിച്ചവനായിരുന്നു. എന്നാൽ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയെന്ന്. പ്രിയപ്പെട്ടവരെ, ശമര്യക്കാരിയോട് ഈ ശമര്യയിലെ ജനങ്ങൾ പറഞ്ഞതാണ്, ഇനി നിന്റെ വാക്കുകൊണ്ടല്ല, ഞങ്ങൾ തന്നെ അവൻ്റെ വായിൽ നിന്ന് വചനം കേൾക്കുകയും അവൻ ലോകരക്ഷിതാവാണെന്ന് ഞങ്ങൾ അറിയുകയും ചെയ്യുന്നു എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ശമര്യക്കാരി, ഒരു സ്ത്രീ നിമിത്തം ശമര്യയിലെ ജനങ്ങൾ യേശുവിനെ ലോകരക്ഷിതാവാണെന്ന് അറിയുവാൻ ഇടവന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, നമുക്കറിയാം, ശമര്യയിൽ കടക്കരുതെന്ന് കർത്താവ് വേലക്കയച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള, എന്നാൽ ആ കർത്താവ് ശമര്യയിൽ 2 നാൾ പാർത്തു എന്നാണ് തിരുവചനത്തിൽ നാം വായിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, യേശുക്രിസ്തു ശമര്യയുടെ ഇടയിൽ 2 നാൾ പാർത്തു എന്ന്. ഒരു കാലത്ത് ചിലപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം. ഒരു കാലത്ത് ദൈവവചനം കേട്ടത് നമുക്ക് പ്രയോജനപ്പെട്ടില്ല എന്ന് വരാം. എന്നാൽ എക്കാലത്തും അത് നമുക്ക് പ്രയോജനപ്പെടുകയില്ല, അല്ലെങ്കിൽ എനിക്കൊരിക്കലും ഒരു മാനസാന്തരവും രക്ഷയുടെ അനുഭവവും കിട്ടുകയില്ല എന്ന് നാം ഒരിക്കലും ആരും ചിന്തിക്കരുത്. പ്രിയപ്പെട്ടവരെ,
ഇന്നലെ നമുക്കത് അനുഭവമായില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, നമുക്കത് അനുഭവമാക്കി തരുവാൻ, നമുക്ക് വീണ്ടും വീണ്ടും വചനം തന്ന് നമ്മെ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് നടത്തുന്ന യേശുക്രിസ്തുവിന്റെ വചനം. ശമര്യയിലെ ജനങ്ങൾ പറഞ്ഞു, ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ രോഗരക്ഷിതാവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നാം അറിയേണ്ട ഒരു കാര്യമാണ് എന്ത്? കർത്താവായ യേശുക്രിസ്തു ലോകരക്ഷിതാവായി ഭൂമിയിലേക്ക് വന്നു എന്ന്. എൻ്റെ വീണ്ടെടുപ്പുകാരനായി അവൻ ഭൂമിയിലേക്ക് വന്നു എന്ന്. പാപിയായി എന്നെ വീണ്ടെടുക്കുവാൻ യേശു കാൽവറിയിൽ തൻ്റെ കുറ്റമില്ലാത്ത രക്തം ചിന്തിയെന്ന്. നമുക്ക് അനേക അറിവുകൾ, പ്രിയപ്പെട്ടവർ, വേദപുസ്തകത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും ആത്മീയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പലവിധമായ അറിവുകളെന്ന് മനുഷ്യനുണ്ട്. എന്നാൽ യേശുക്രിസ്തുവാണ് എൻ്റെ രക്ഷകനെന്നുള്ള, എൻ്റെ വീണ്ടെടുപ്പുകാരനെന്നുള്ള, അവനാണ് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചതെന്നുള്ള ആ ഒരു വലിയ അറിവ് മനുഷ്യ ഹൃദയങ്ങളിൽ ആഴങ്ങളിലേക്ക് കടന്നിട്ടുള്ളവർ വളരെ കുറവാണ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. നമുക്കൊരു ഉറപ്പുണ്ടോ എന്ന്? ശമര്യക്കാർ പറഞ്ഞതുപോലെ യേശു ലോകരക്ഷിതാവായി വന്നിരിക്കുന്നവനാണെന്ന്, അവൻ എൻ്റെ വീണ്ടെടുപ്പുകാരനാണെന്ന്, അവൻ എനിക്ക് വേണ്ടിയാണ് കുരിശിൽ മരിച്ചതെന്ന്. ദൈവമക്കളെ, യേശു കുരിശിൽ മരിച്ചുവെന്ന് നമ്മുടെ ബുദ്ധിയുടെ പ്രമാണത്തിലെല്ലാം നാം പഠിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ സ്വന്തമായ അനുഭവമായി തീരണം. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ആ അനുഭവം നമുക്ക് പ്രാപിക്കാൻ കഴിയണം. യേശുക്രിസ്തു എൻ്റെ രക്ഷകനാണെന്ന്, അവൻ എൻ്റെ വീണ്ടെടുപ്പുകാരനാണെന്ന്, അവൻ എന്നെ സ്നേഹിക്കുന്നുവെന്ന്, അവൻ എനിക്ക് വേണ്ടി പിതാവിൻ്റെ അരികിൽ തിരുരക്തത്തിൻ്റെ മധ്യസ്ഥനായി നിൽക്കുന്നുവെന്ന്, എൻ്റെ ബലഹീനതകൾക്കൊക്കെയും തുണ നിൽക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് അച്ചാരമായി തന്നിരിക്കുകയാണെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വായിച്ചു കേൾക്കാം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആർക്കാണ് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. ദൈവമക്കളെ, ശരിയായ ഒരു വിളി ലഭിച്ച മനുഷ്യന് മാത്രമേ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നത്? ദൈവത്തിന് സ്തോത്രം. ദൈവം സ്നേഹം തന്നെയാകുന്നു എന്ന് തിരുവചനത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് ദൈവത്തെ അങ്ങോട്ട് സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവൻ നമ്മെ വീണ്ടെടുത്തു എന്നും എൻ്റെ പാപങ്ങളെല്ലാം കാൽവരി ക്രൂശിലെ രക്തം കൊണ്ട് കഴുകി കിട്ടിയെന്നും, പ്രിയപ്പെട്ടവരെ, എനിക്ക് വീണ്ടെടുപ്പ് ലഭിച്ചുവെന്നുള്ള ആ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ച് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. എന്തെങ്കിലുമെല്ലാം കാര്യങ്ങൾ ഈ ലോകത്തിൽ കിട്ടുമ്പോൾ ചിലപ്പോൾ നമുക്ക് സ്നേഹമുണ്ടാകും. മനുഷ്യൻ നമുക്ക് ഉപകാരം ചെയ്യുമ്പോൾ നമുക്ക് മനുഷ്യരോട് സ്നേഹമുണ്ടാകും. അതെല്ലാം താൽക്കാലികമായ അപ്പോഴപ്പോഴത്തേക്കുള്ള സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, അതൊന്നും നിലനിൽക്കുന്ന സ്നേഹമല്ല. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും, പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കടന്നു വരുന്നുവോ അതെല്ലാം അവൻ്റെ ജീവിതത്തിൽ ആത്യന്തികമായ നന്മയ്ക്കാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നാം അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. കഷ്ടതകളും പ്രയാസങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളും എല്ലാം വരുമ്പോൾ നമുക്കത് നന്മയ്ക്കാണെന്ന് പലപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും, ദൈവമക്കളെ, അതെല്ലാം ആത്യന്തികമായ നന്മയിലേക്കും കുരിശോട് നമ്മെ അടുപ്പിക്കുന്നതിനും രക്ഷയോട് നമ്മെ അടുപ്പിക്കുന്നതിനും മാനസാന്തര ജീവിതത്തിൽ നമുക്ക് പുതുക്കം ലഭിക്കുന്നതിനും നമ്മുടെ ജീവിതത്തിൽ അതെല്ലാം രൂപാന്തരപ്പെടുത്തി തരുന്ന, അതെല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ നാം തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം 2 തീമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, അത് നിമിത്തം ഇതൊക്കെയും ഞാൻ സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. എങ്കിലും ഞാൻ ലജ്ജിക്കുന്നില്ല. എനിക്ക് വരുന്ന പീഡകളിലും എതിർപ്പുകളിലും കഷ്ടതകളിലും പരിഹാസങ്ങളിലും നിന്ദകളിലും ഒന്നും
ഞാൻ ലജ്ജിക്കുന്നില്ല. ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വരുന്ന എതിർപ്പുകളോ പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ അതുകൊണ്ടൊന്നും ഞാൻ ലജ്ജിച്ചു പോകുന്നില്ല. വായിക്കാം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ പറയാണ്, ഇതെല്ലാം ഞാൻ സഹിക്കുന്നതിന്റെ പിന്നില് എനിക്കൊരു അറിവുണ്ട്. എന്ത്? ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് വേണ്ടി കട്ടമേറ്റ, എനിക്ക് വേണ്ടി നിന്നയേറ്റ, എനിക്ക് വേണ്ടി കുരിശു ഏറ്റുവാങ്ങിയ, എനിക്ക് വേണ്ടി പീഡനങ്ങളേറ്റ, സകലരാലും നിന്ദിക്കപ്പെട്ട ആ യേശുവിനെ ഞാൻ അറിയുന്നത് കൊണ്ട് അതിലൊന്നും ഞാൻ ലജ്ജിച്ചു പോകുന്നില്ല എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ ദിവസം വരെ എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ആ വലിയൊരു നിധി കാത്തു സൂക്ഷിപ്പാൻ എൻ്റെ കർത്താവ് മതിയായവനാണെന്ന്. ദൈവമക്കളെ, നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ആത്മാവിൻ്റെ രക്ഷ, വീണ്ടെടുപ്പ്, നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യാശ, ദൈവത്തിന് പ്രിയപ്പെട്ടവരെ, അതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ ആ ദിവസം വരെയും നമ്മെ കാത്തു സൂക്ഷിപ്പാൻ മതിയായവനായ ഒരു കർത്താവിൻ്റെ കൂടെയാണ് നാം പുറപ്പെട്ടിരിക്കുന്നത്. അപ്പോസ്തലൻ പറയാണ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ദൈവമക്കളെ, അവൻ എൻ്റെ സകല പ്രശ്നങ്ങൾക്കും മതിയായവനാണെന്നോ, എന്നെ പിടിച്ചിരിക്കുന്നത് എൻ്റെ സൃഷ്ടാവാണെന്നോ, അവൻ അസാധ്യമായ ഒരു കാര്യവുമില്ലെന്നോ നമ്മുടെ ഹൃദയത്തിൽ അറിവുണ്ടോ ദൈവമക്കളെ? പുസ്തകം പറയുകയാണ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതം യേശുക്രിസ്തുവിനെ അറിയുന്നതാണ്, യേശുക്രിസ്തുവിനെ അനുഭവിക്കുന്നതാണ്, യേശുക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ അറിയുന്നതാണ് ക്രിസ്തീയ ജീവിതം, മറ്റൊന്നുമല്ല. ഈ വേദപുസ്തകത്തിലെ ആഴമേറിയ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നതോ അതെല്ലാം നല്ലത് തന്നെയാണ്. എന്നാൽ ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു വ്യക്തിയോട് കൂടെ നടക്കുന്നതാണ്, ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു എന്ന ആ ഏക രക്ഷകനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോഴാണ് നാം ക്രിസ്ത്യാനികളായി അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ഉറപ്പുണ്ടോ? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം. പത്രോസ്ലീഹായുടെ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കയാൽ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എനിക്കൊരു അറിവ് ലഭിച്ചിരിക്കുകയാണ്. യേശു ക്രിസ്തു എനിക്ക് ഒരു അറിവ് തന്നിരിക്കുകയാണ്. എന്ത്? എൻ്റെ ഈ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. ഈ മൺകൂടാരം പൊളിഞ്ഞു പോകുവാൻ, ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് 2 തീമോഥെയോസ് 4 പറയുന്ന പോലെ അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, എൻ്റെ ഈ കൂടാരം പൊളിഞ്ഞു പോകാൻ അടുത്തിരിക്കുന്നു എന്ന് കർത്താവ് എനിക്ക് അറിവ് തന്നിരിക്കുകയാണെന്ന്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, ഈ ഒരു അറിവ് അപ്പോസ്തലന് കിട്ടിയതുകൊണ്ട് അപ്പോസ്തലൻ നിരാശപ്പെട്ടു എന്നല്ല, അടങ്ങിയിരിക്കുകയാണെന്നല്ല. പിന്നെയോ, ഞാൻ മറ്റുള്ളവരെ എനിക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം അവരെ ഉപദേശത്തിൽ ഉറപ്പിക്കുകയാണെന്ന് അപ്പോസ്തലൻ താഴോട്ട് പറയും. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഈ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് കർത്താവ് എനിക്ക് അറിവ് തന്നു എന്ന്. എൻ്റെ ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, ഓരോ മനുഷ്യനും എപ്പോഴും ഓർത്തിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട 4 കാര്യങ്ങളുണ്ടെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാണ് മരണം. ദൈവമക്കളെ, നമുക്ക് ആ ബോധ്യമുണ്ടോ? മരിക്കുമെന്നോർത്ത് നിരാശപ്പെട്ടിരിക്കാനല്ല. പിന്നെ പ്രിയപ്പെട്ടവരെ, എനിക്കും ഒരു മരണമുണ്ട്. എൻ്റെ പൂർവികരെല്ലാം കടന്നുപോയി. ഞാനും ഒരു ദിവസം ആ മരണമാകുന്ന യാഥാർത്ഥ്യത്തിലൂടെ കടന്ന് അക്കരെ ഞാൻ നിത്യതയിൽ വിശുദ്ധന്മാരുടെ നിരയിൽ എത്തുമെന്നുള്ള ആ ഉറപ്പും അതിനുള്ള ഒരുക്കവും നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതാണ്. മരണമെന്ന് കേൾക്കുമ്പോൾ നാം ഭയപ്പെടാനോ നിരാശപ്പെടാനോ അല്ല പ്രിയപ്പെട്ടവരെ. ഭയപ്പെട്ടാലും മരിക്കും, നിരാശപ്പെട്ടാലും മരിക്കും, മാനസാന്തരപ്പെട്ടില്ലെങ്കിലും മരിക്കും, മാനസാന്തരപ്പെട്ടവനും മരിക്കും. എന്നാൽ മാനസാന്തരപ്പെട്ടവന്റെ മരണം പ്രത്യാശയുള്ള മരണമാണ്. കാരണം ഇവിടെ തീരുകയല്ല. പുതിയൊരനുഭവത്തിലേക്ക് ഞാൻ കടന്നു പോവുകയാണെന്നുള്ള
ആ ഉറപ്പോടെ നമുക്ക് ഇരിക്കാൻ കഴിയണം. എൻ്റെ ഈ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് കർത്താവ് എനിക്ക് അറിവ് തന്നു എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് എപ്പോഴും ആ ബോധ്യമുണ്ടായിരിക്കേണ്ടതാണ്. എപ്പോൾ വേണമെങ്കിലും ഈ മൺകൂടാരം വിട്ട് ഞാൻ കടന്നു പോകാവുന്നവനാണെന്ന്. ദൈവത്തിന് സ്തോത്രം. അത് ഇന്ന സമയത്തെന്നോ ഇന്ന പ്രായത്തിലെന്നോ ഇന്ന സ്ഥലത്ത് വെച്ചെന്നോ ഇന്ന വിധത്തിലെന്നോ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. എവിടെ വെച്ച് എപ്പോഴും ഏത് സാഹചര്യത്തിലും നമുക്ക് കടന്നു പോകാൻ സാധ്യതയുണ്ടെന്നാൽ പ്രിയപ്പെട്ടവരെ, നാം ഒരുങ്ങിയിരിക്കണം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നാം ഒരുങ്ങിയിരിക്കേണ്ടവരാണ്. എന്തിനു വേണ്ടി? എനിക്കൊരു മരണമുണ്ടെന്നുള്ള ആ അറിവ് നമ്മെ ആത്മീയമായ ഒരുക്കത്തിലേക്ക് നടത്തേണ്ടതാണ്. നമ്മെ ആത്മീയമായ രൂപാന്തരത്തിലേക്ക് നടത്തേണ്ടതാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കിയാൽ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആരോഗ്യമുണ്ടെങ്കിലും സമ്പത്തുണ്ടെങ്കിലും എത്ര ബന്ധുബലമുണ്ടെങ്കിലും എന്തെല്ലാം പാരമ്പര്യങ്ങളുണ്ടെങ്കിലും പ്രിയപ്പെട്ട ഏതെല്ലാം സഭയോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞാലും മരണം നമ്മെ ഒരു നാൾ പിടിക്കും. അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, എൻ്റെ ഈ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് യേശുക്രിസ്തു എനിക്ക് അറിവ് തന്നു എന്ന്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ. ഈ കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോകാനുള്ളതാണ്. ഇത് വിട്ട് ഈ ആത്മാവ് പറന്നു പോകാനുള്ള. അപ്പോസ്തലൻ പറയുകയാണ്, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ദൈവത്തിന്റെ സ്തോത്രം. കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായ നിത്യമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്നറിയുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവിടെയും അതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കൂടാരം പൊളിഞ്ഞു പോകാനുള്ളതാണ്. ഈ കൂടാരം അഴിഞ്ഞു പോകാനുള്ളതാണ്. ഇന്നിതിന് സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, പലവിധമായ ആഹാരങ്ങൾ നാം കഴിക്കുന്നുണ്ട്, ഇതിനെ നാം പോഷിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതൊരു ദിവസം മണ്ണായി തീരും. പ്രിയപ്പെട്ടവരെ, ഞാൻ ചിലപ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു മനുഷ്യൻ മരിച്ചു എന്ന് പറഞ്ഞാൽ ഉടനെ നാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എപ്പോഴാണ് അടുത്ത ശുശ്രൂഷകളെന്ന്. കാരണം മരിച്ച മനുഷ്യനെ പിന്നെ എത്രയും വേഗം ഈ ഭൂമിയിൽ നിന്ന് മണ്ണോട് മണ്ണാക്കി മാറ്റുകയാണ്. പ്രിയപ്പെട്ടവരെ, തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്, ഈ കൂടാരം പൊളിഞ്ഞു പോകാൻ അടുത്തിരിക്കുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം, ഇയ്യോബിന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിക്കാം. നാം ഇന്നലെ ഉണ്ടായവരും ഒന്നും അറിയാത്തവരുമല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബ് പറയുകയാണ്, നാം ഇന്നലെ ഉണ്ടായവരും ഒന്നും അറിയാത്തവരുമല്ലോ. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം ജ്ഞാനം മനുഷ്യനുണ്ടെന്ന് പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ, ഇയ്യോബ് പറയുകയാണ്, നാം ഇന്നലെ ഉണ്ടായവരാണ്, ഒന്നും അറിയാത്തവരാണെന്ന്. എന്തെല്ലാം പഠിച്ചു എന്ന് പറഞ്ഞാലും ഒന്നും അറിയാത്തവരാണ് മനുഷ്യനെന്ന്. താഴ്ത്തു വായിച്ചേ. ഭൂമിയിൽ നമ്മുടെ ജീവകാലം ഒരു നിഴലത്രേ. ഈ ഭൂമിയിലെ മനുഷ്യന്റെ ജീവകാലം വെറും ഒരു നിഴലത്രേ എന്ന് ഇയ്യോബ് പറയാണ്. എൻ്റെ ആയുഷ്കാലം ഒരു നിഴലാണെന്ന്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്, ഞാനൊരു നിഴല് പോലെ നടക്കുന്ന മനുഷ്യനാണെന്ന്. 39-ാം സങ്കീർത്തനത്തിന്റെ 4-5 വാക്യങ്ങൾ നമുക്ക് വായിച്ചേക്കാം. ഏതു മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. മനുഷ്യനൊരു ശ്വാസം മാത്രമാണെന്ന്, മനുഷ്യനൊരു നിഴല് മാത്രമാണെന്ന്. ഇയ്യോബ് പറഞ്ഞു, ഞാൻ ഇന്നലെ ഉണ്ടായവനും ഒന്നും അറിയാത്തവനുമാണെന്ന്. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകം തന്നെ 14-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയും, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനുമാണെന്ന്. ദൈവത്തിന് സ്തോത്രം. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനുമാകുന്നു. ദൈവമക്കളെ, നാം അല്പായുസുള്ളവരാണ്. ഇവിടുത്തെ ജീവിതം കഷ്ടതയുള്ളതാണ്, പ്രയാസമുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. 90-ാം സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യത്തില് പ്രിയപ്പെട്ടവരെ, മോശ പറയുന്നുണ്ട്, ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 മാത്രം, അതിന്റെ പ്രതാപം കഷ്ടവും പ്രയാസവും അത്രയെന്ന്. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിൽ കഷ്ടതയില്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചവനാണെന്ന്, ഞാൻ കഷ്ടതയെ ജയിച്ചവനാണെന്ന്, ഞാൻ എതിർപ്പുകളെ ജയിച്ചവനാണെന്ന്, ഞാൻ പീഡനങ്ങളെ ജയിച്ചവനാണെന്ന്, ഞാൻ പിശാചിന്റെ പരീക്ഷകളെ ജയിച്ചവനാണെന്ന്, പിശാചിന്റെ പ്രലോഭനങ്ങളുടെ മുമ്പിൽ ഞാൻ ജയിച്ചവനാണെന്ന്. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും
ധൈര്യപ്പെടുവീൻ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തു ലോകത്തെ ജയിച്ചവനായി, കഷ്ടതയെ ജയിച്ചവനായി, പിശാചിനെ ജയിച്ചവനായി, മരണത്തെ ജയിച്ചവനായി ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന സഹോദര, നിന്റെ കഷ്ടതയിൽ കൂടെ ഇരിക്കാൻ അവൻ മതിയായവനാണ്. നിന്റെ പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും നിന്നോട് ചേർന്നിരിക്കുക, നിന്നെ ആശ്വസിപ്പിക്കുക, നിനക്ക് സമാധാനം തരാൻ, നിനക്ക് പ്രത്യാശ തരാൻ മതിയായവനായ കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 7-10 ഏറെയായാൽ 80 മാത്രമാണ് നമ്മുടെ ആയുഷ്കാലമെന്ന്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ഈ അല്പായുസിന് വേണ്ടി എത്രയോ കഠിനാധ്വാനം ചെയ്യുന്നു. നാം ഈ നിസാരമായ ലോകത്തിന് വേണ്ടി ദൈവത്തെ മറന്ന്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിനെ മറന്ന്, നിത്യത മറന്ന്, ഈ ലോകമേ ശരണമെന്ന് മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കാലത്തിന്റെ ഒരു പ്രത്യേകതയാണ്, അന്ത്യകാല ലക്ഷണമാണത്. മനുഷ്യന് എത്ര കിട്ടിയാലും തികയുന്നില്ല, എത്ര പണമുണ്ടെങ്കിലും തികയുന്നില്ല, എത്ര അധ്വാനിച്ചാലും തൃപ്തി വരുന്നില്ല, എത്ര സമ്പാദിച്ചാലും തൃപ്തി വരുന്നില്ല. പോരാ പോരാ എന്ന് മനുഷ്യന്റെ ഹൃദയം വെമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവ്. പ്രിയപ്പെട്ടവർ, ഒന്നുകൂടിയുണ്ട് അന്ത്യകാല ലക്ഷണം. ഇന്ന് ഏതൊരു മനുഷ്യനോട് ചോദിച്ചാലും സമയമില്ല അന്ന് പറയുന്നവരേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഒന്നിനും സമയമില്ല, എല്ലാം തിരക്കാണ്. പ്രിയപ്പെട്ടവരെ, ഇത് അന്ത്യകാല ലക്ഷണമാണ്. പിശാചിന്റെ പ്രവൃത്തിയാണത്. മനുഷ്യന് ഒന്നും തികയുന്നില്ല, ഒന്നിനും സമയമില്ല, ലോകമേ ശരണമെന്ന് മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇതെല്ലാം വിട്ട് ഞാൻ കടന്നു പോകേണ്ടവനാണെന്ന്? ദൈവമക്കളെ, ശരിയായ ഒരു ഭക്തനാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ആ ബോധ്യമുണ്ടാകും. എൻ്റെ ഏതെന്ന് ഈ ലോകത്തിലെ പലതും നാം പറയുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മോട് പറയും, എന്ത്, ഇതെല്ലാം വിട്ട് ഞാൻ കടന്നു പോകേണ്ടവനാണെന്ന്. ഞാനിവിടെ തൽക്കാലത്തേക്ക് വന്നിരിക്കുന്നതാ, ഒരല്പകാലമേ എനിക്കിവിടെ ഉള്ളൂ, ഇതെല്ലാം വിട്ട് ഞാൻ കടന്നു പോകുന്ന ഒരു ദിവസം അടുത്തിരിക്കുകയാണെന്ന്. ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ആ ബോധ്യമുണ്ടായിരിക്കണം, ഇതെല്ലാം വിട്ട് ഞാൻ പറന്നു പോകേണ്ടവനാണെന്ന്. പിന്നെ ഇതൊക്കെയോ ഇതിവിടത്തെ ഈ താൽക്കാലിക ജീവിതത്തിന് എനിക്ക് ആവശ്യമാണ്. ദൈവമക്കളെ, ഇവിടെ ആവശ്യമുള്ളതൊക്കെ തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഒന്നും തൻ്റെ ഭക്തനെ മുടക്കുകയില്ല. ആവശ്യമുള്ള സമയത്ത് തന്ന് നടത്തുന്നവനാണ് കർത്താവ്. ദൈവമക്കളെ, തക്ക സമയത്ത് നമുക്ക് ആവശ്യമുള്ളതൊക്കെ തരുന്നവനാണ് കർത്താവ്. നാം ഒന്നിനെ കുറിച്ചും ചിന്തിച്ച് ഭാരപ്പെടരുത്, വിചാരപ്പെടരുത്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുന്ന്. വിചാരപ്പെടുന്നതുകൊണ്ട് മനുഷ്യന് തൻ്റെ ആയുസിനോട് ഒരു മുഴ കൂട്ടുവാനോ കുറയ്ക്കുവാനോ കഴിയുകയില്ല എന്ന്. ദൈവമക്കളെ, നാം വിചാരപ്പെട്ടതുകൊണ്ട് ഒരു പ്രയോജനം. എന്നാൽ നമ്മുടെ ആവശ്യഭാരങ്ങൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആവശ്യങ്ങളെല്ലാം ആ കുരിശിന്റെ ചുവട്ടിൽ ഇറക്കി വെച്ചിട്ട് കുരിശിലേക്ക് നോക്കിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. കർത്താവേ, ഇന്ന കാര്യമുണ്ടല്ലോ, ഇന്ന വിഷയമുണ്ടല്ലോ, അപ്പാ അത് നിന്റെ ഹിതമാണോ, അതിപ്പോൾ ഞാൻ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണെന്ന്. എൻ്റെ കർത്താവേ, എനിക്ക് നിന്റെ ഹിതമാണോ എന്ന് അറിയുവാനോ, എൻ്റെ ഇഷ്ടമാണ് ഞാൻ സമർപ്പിച്ചത് കർത്താവേ, എന്നാൽ അത് നിന്റെ ഹിതമാണോ എൻ്റെ കർത്താവേ, അതെനിക്ക് നന്മയ്ക്കാണെങ്കിൽ അതെനിക്ക് തരണമേ എന്ന്. ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഉതകുന്നത് മാത്രമേ കർത്താവ് നമുക്ക് തരികയുള്ളൂ. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായ ഒരു ഭക്തനാണെങ്കിൽ, ഒരു വിശ്വാസിയാണെങ്കിൽ, ഒരു സമർപ്പണ ജീവിതം ആഴത്തിലുള്ളവനാണെങ്കിൽ, ദൈവം ഇതിലേ നീ കേട്ടുകൊള്ളുക, നീ ചോദിക്കുന്നതെല്ലാം നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ടില്ല. നിന്റെ ആത്മീയ ജീവിതത്തിന് ഉതകുന്നത്, നിത്യതയിലേക്ക് കടന്നു പോകാൻ ഉതകുന്നത്, അത് മാത്രമേ കർത്താവ് നമുക്ക് തരികയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവ് നശിച്ചു പോകാൻ ഒന്നും കർത്താവ് നമുക്ക് തരികയില്ല. നാം ഒന്നും നിർബന്ധിച്ച് ചോദിക്കരുത്. പ്രിയപ്പെട്ടവരെ, നിർബന്ധിച്ച് ചോദിക്കരുത്. എന്നാൽ ദൈവത്തോട് എല്ലാം ചോദിക്കാം, നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഇറക്കി വെക്കാം. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, നമുക്ക് ആവശ്യമുള്ളപ്പോൾ തന്ന് നടത്തുന്നവനായ ഒരു ദൈവമുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ എത്ര പേരുടെ ഉള്ളിൽ നമ്മുടെ തലമുറകളെ കുറിച്ചൊരു ഭാരമുണ്ട്? എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. അവർക്ക് ഈ ലോകപ്രകാരം ഉപജീവനത്തിനുള്ള മാർഗങ്ങളുണ്ട്, അവർക്ക് ബുദ്ധിയുണ്ട്, ജ്ഞാനമുണ്ട്, കുടുംബമുണ്ട്, മക്കളുണ്ട്, വില കൂടിയ വാഹനങ്ങളുണ്ട്, പ്രിയപ്പെട്ടവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെയുണ്ട്. എന്നാൽ നിരന്തരം വചനം കേൾക്കുന്ന എത്ര അപ്പനമ്മമാരുടെ ഹൃദയത്തിൽ ഒരു വേദനയുടെ ഞരക്കമുയരുന്നുണ്ട്. എൻ്റെ ദൈവമേ, വരുംകാല തലമുറയിൽ ഞങ്ങളുടെ മക്കളെ നിന്റെ വേലക്കാരാക്കി മാറ്റണമേ എന്ന്
എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്വർഗത്തിലെ അപ്പനോട് എൻ്റെ മക്കൾക്ക് ബുദ്ധി കൊടുക്കണേ, മക്കളെ കൊടുക്കണേ, ഉപജീവനത്തിന് മാർഗം കൊടുക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നതിനേക്കാളും എൻ്റെ ദൈവം പ്രസാദിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ദൈവമക്കളെ, എൻ്റെ മക്കളുടെ മേല് നിന്റെ കരമൊന്ന് വെക്കണമേ എന്ന്, എൻ്റെ മക്കളുടെ മേല് നിന്റെ പരിശുദ്ധാത്മാവിനെ ഒന്ന് പകരണമേ എന്ന്, എൻ്റെ മക്കൾക്ക് ഒരു ആത്മീയ കണ്ണുകാഴ്ച കൊടുക്കണമേ എന്ന് ദൈവമക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, വരുംകാലത്ത് ഈ വേല ഏറ്റെടുക്കാൻ ഞങ്ങളുടെ തലമുറകളെ ഒരുക്കണമേ എന്ന്. ഇന്നൊരു പക്ഷേ അവർ യേശുവിനോട് കൂടെ ആയിരിക്കുകയില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ടതുപോലെ ആത്മീയ ദർശനങ്ങളില്ലായിരിക്കാം. എന്നാൽ പ്രിയപ്പെട്ട സഹോദര, അപ്പനും അമ്മയും ഇടിവിൽ നിന്ന് നിരന്തരം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന മറികടന്നു പോകാത്ത ഒരു യേശുവുണ്ട് പ്രിയപ്പെട്ടവരെ. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ട് മാനസാന്തരപ്പെട്ട ഒരു മനുഷ്യനാ ദൈവമക്കളെ ഞാൻ. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നോക്കിയാൽ നല്ലതൊന്നുമില്ല, നന്മയൊന്നുമില്ല. ദൈവമക്കളെ, ജീവിച്ചിരുന്ന കാലത്ത് എൻ്റെ മാതാപിതാക്കൾക്കും ഒരു സ്വസ്ഥതയും സമാധാനവും ഒന്നും എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, അവരുടെ ഭാരങ്ങളും എന്നെ പ്രതിയുള്ള വേദനകളുമെല്ലാം അവർ യേശുവിൻ്റെ പാദപീഠത്തിൽ ഇറക്കി വെച്ചുവെന്ന് ഞാൻ ഇന്നറിയുന്നുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ലോകപ്രകാരം വലിയ ജ്ഞാനമൊന്നും ഇല്ലാത്തവരായിരുന്നു എൻ്റെ മാതാപിതാക്കളും. പ്രിയപ്പെട്ടവരെ, അവരുടെ പ്രാർത്ഥന കേട്ടൊരു ദൈവമുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, എൻ്റെ മാനസാന്തരത്തിലേക്ക് നടത്തിയത് അവരുടെ പ്രാർത്ഥനയാണെന്ന് ഞാൻ പറയും. ദൈവമക്കളെ, ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ മാനസാന്തരപ്പെട്ട് എൻ്റെ ഭവനത്തിലേക്ക് വന്ന രാത്രി എൻ്റെ ജീവിതം യേശുക്രിസ്തുവിന് സമർപ്പിച്ചു എന്ന് പറഞ്ഞ അന്ന് രാത്രി എൻ്റെ അപ്പന് ഊണുമേശയിൽ കണ്ണുനീരൊഴുക്കുന്നത്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ശരിയായ മാനസാന്തരമുള്ള ഒരപ്പനും അമ്മയുമാണെങ്കിൽ നിങ്ങൾക്ക് 1 കോടി രൂപ കിട്ടിയെന്ന് പറയുന്നതിനേക്കാളും അവരുടെ ഹൃദയം സന്തോഷിക്കുമെന്ത്, എൻ്റെ മകനൊരു മാനസാന്തരം കിട്ടിയെന്ന് പറഞ്ഞാൽ, ഞാൻ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതം ഞാൻ യേശുക്രിസ്തുവിന് സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ, ദൈവമക്കളെ, നാം മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. മക്കളുടെ ഇന്നുള്ള അവസ്ഥയിലേക്ക് ഒന്നും നോക്കി നിരാശപ്പെടണ്ട. അവരെത്ര ദൂരെയാണെങ്കിലും നിരാശപ്പെടണ്ട, അവരെത്ര വഴിത്തെറ്റിലാണെങ്കിലും നിരാശപ്പെടണ്ട. ദൈവം ഇതിലേ അവരെ മടക്കി കൊണ്ടുവരുവാൻ മതിയായതാണ് എൻ്റെ യേശുവിൻ്റെ കാൽവറിയിലെ സ്നേഹം. നമ്മുടെ മക്കളെല്ലാം കുരിശിൻ്റെ വീട്ടിലേക്ക് ഇറക്കി വെക്കാം. നിങ്ങൾക്കൊക്കെ പ്രാർത്ഥിക്കാം, കർത്താവേ, ഞങ്ങളുടെ മക്കളെ തൊടണമേ, ഞങ്ങളുടെ മക്കളെ വീണ്ടെടുക്കണമേ, ഞങ്ങളുടെ മക്കളുടെ മേൽ നിന്റെ ആണിപ്പാടുള്ള കരം വെക്കണമേ എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യോബിന്റെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം കൂടി നമുക്ക് വായിച്ചു കേൾക്കാം. കട്ടതയുടെ തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോൾ യോബ് പറയുന്ന പ്രത്യാശയുടെ വചനമാണ്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഈ സഹോദരന്മാര് പഴിക്കുമ്പോൾ, ഭാര്യ ദൂഷിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ, മക്കളെല്ലാം മരിച്ച് അക്കരെ കടന്നുപോയപ്പോൾ, സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോൾ, ഈ ലോകത്തിൽ ഒന്നിലും നോക്കാൻ ഒരു ആശയ്ക്കും വകയില്ലാതിരിക്കുമ്പോൾ, ശരീരം ചൊറിഞ്ഞ് ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എല്ലാവരാലും വെറുക്കപ്പെട്ട യോബ് വരികയാണ്, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ കൊടിമേൽ നിൽക്കുന്നുവെന്നും ഞാൻ അറിയുന്നു എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്കൊരു നിമിഷം കുരിശിലേക്ക് നോക്കാം. കർത്താവേ, ഈ ലോകമാകുന്ന ഈ മരുഭൂമി യാത്രയില് കർത്താവേ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ വരുന്നൊരു ദിവസമുണ്ട് എന്ന്. അന്ന് ഞങ്ങൾ ഭൂമിക്ക് അടിയിലാണെങ്കിലും അല്ല, ഞങ്ങൾ ഭൂമിക്ക് മുകളിലാണെങ്കിലും കർത്താവേ, നിന്റെ വരവിൽ എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തില് ഞങ്ങളെ ആക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി നമ്മെ സമർപ്പിക്കാം, അതിനായി നമുക്ക് ഒരുങ്ങാം. ദൈവത്തിരുനാമം മഹത്വപ്പെടുവാനായിട്ട്.